Hi all, I'm Anjana here. Welcome back to Campus Search. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കോഴ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എയെ പറ്റി എല്ലാവരും കേട്ടിട്ടില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനെപ്പറ്റി കേൾക്കാത്തവർ വളരെ ചുരുക്കമാണ്. കാരണം ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻസിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിലും എയെ പറ്റി കേൾക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു കോഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഈ കോഴ്സ് എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു AI പറ്റിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ടൊക്കെ നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്താലോ. അപ്പം ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ ഡൗട്ട്സ് ഒക്കെയും ക്ലിയർ ചെയ്യാം. +2 സയൻസ് കഴിഞ്ഞവർക്കാണ് ഈ കോഴ്സ് എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പേ എന്താണ് AI എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പം അതാദ്യം നമുക്ക് നോക്കാം. ഒരു മെഷീൻ സ്വന്തമായിട്ട് ചിന്തിച്ചൊരു കാര്യം ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആലോചിക്കും മെഷീൻസിന് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റോബോട്ടിനെ കണ്ടു, നമ്മളൊരു ഹായ് പറഞ്ഞു, തിരിച്ച് അതും ഒരു ഹായ് പറയുന്നു. നമ്മൾ തിരിച്ചതിനോട് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു, അത് തിരിച്ച് ഐ ആം ഫൈൻ എന്ന് പറയുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ വിളിക്കുമ്പോൾ തന്നെ ഈ റോബോട്ട്സ് ആണ് നമ്മുടെ കോൾ എടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് തിരിച്ച് റിപ്ലൈ തരുന്നത്. ഇത് തന്നെയാണ് AI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഈ ഒരു കോഴ്സിന്റെ സാധ്യതകളും അതുപോലെ ഈ കോഴ്സ് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നതും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടായിട്ട് AI മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കബിൾ ആകുന്നത് മെഷീൻ ലേണിങ്ങിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഒരു കോഴ്സിന്റെ പേര് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് മെഷീൻ ലേണിംഗ് എന്നാണത്. 3 to 4 years ആണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലി ചെയ്യാം അല്ലെങ്കിൽ എന്തായിട്ട് വർക്ക് ചെയ്യാം, ഈ ഒരു AI ഒക്കെ പഠിച്ചതിന് ശേഷം എന്ത് ഫീൽഡ് നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇനി നോക്കാം. ഡേറ്റ സയന്റിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, AI സോഫ്റ്റ്വെയർ ഡെവലപ്പർ, AI റിസർച്ചർ, കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സ്പെഷ്യലിസ്റ്റ്, റോബോട്ടിക്സ് എഞ്ചിനീയർ, AI എത്തിക്സ് കൺസൾട്ടന്റ്, ബിസിനസ് അനലിസ്റ്റ് വിത്ത് AI എക്സ്പെർട്ടൈസ്, ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് AI ഡെവലപ്പർ. അപ്പോൾ ഈ ഒരു മേഖലകളിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഫ്യൂച്ചറിലേക്ക് വളരെ സ്കോപ്പുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇനി ഈ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇറ്റ്സ് മീ അഞ്ജന അജി സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.